ടെക്ഹാക്വർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന നമുക്ക് വുഡ് വർക്കിന് ആവശ്യമായ ഒരു ചെറിയൊരു ടൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകും. അത് നമുക്ക് ഈ ഒരു കൊടുമ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗം എങ്ങനെ കട്ട് ചെയ്ത് സിമ്പിളായിട്ട് കട്ട് ചെയ്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ജനലിൻ്റെ ഫ്രെയിമെല്ലാം ഇത് കൂടുതലായിട്ട് ആവശ്യം വരിക. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ 6mm പ്ലേറ്റ് വെച്ചിട്ട് അതിൽ ഈ ഒരു ഡ്രിൽ വൈസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് നമുക്ക് കാണാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ 7 ഇഞ്ച് സർക്കിൾ സോവാണ് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വുഡ് കട്ടർ സോ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. DCA ബ്രാൻഡാണ് വാങ്ങിയത്. ഏകദേശം 6500 രൂപയോളം നമുക്ക് ഇതിൻ്റെ ബ്ലേഡ് അടക്കം ചാർജ് വരും. അപ്പോൾ ഈ ഒരു സാധനത്തിന് നമ്മൾ ഇനി ഈ ഒരു 6mm പ്ലേറ്റിലേക്ക് ഇതിൻ്റെ ബേസ് ഫിറ്റ് ആക്കിയിട്ടാണ് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനോട് നമ്മൾ ഡ്രിൽ വൈസാണ് ഉപയോഗിക്കുന്നത്. സാധാരണ നോർമലി വരുന്ന ഡ്രിൽ വൈസ് ഇവിടെ എൻ്റെ ഷോപ്പിൽ കണ്ടതിന് ശേഷം അതുപോലെ ആക്കി തരണം എന്ന് പറഞ്ഞിട്ട് അത് തന്നെ അവർ വാങ്ങിക്കൊണ്ടതാണ്, പാർട്ടി വാങ്ങിക്കൊണ്ടത് കൊണ്ട് അങ്ങനെ ആക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഡ്രിൽ വൈസ് MS പ്ലേറ്റിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 2 ഹോൾ എടുത്തിട്ടുണ്ട്. 6.5mm ഹോൾ എടുത്തത്. ഇനി അതിലേക്ക് 8mm 1.25mm പിച്ചുള്ള ത്രെഡാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു ത്രെഡ് എടുത്തിട്ടാണ് നമ്മൾ ഈ പ്ലേറ്റിലേക്ക് ഫിറ്റ് ആക്കുന്നത്. അപ്പോൾ ത്രെഡ് എടുക്കാൻ വേണ്ടി പോയി 8ൻ്റെ 1.25mm പിച്ചുള്ളത് എടുക്കുന്നത്. ഇപ്പോൾ ത്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഡീപ്പിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഏകദേശം 1.25 ഇഞ്ചോളം നീളത്തിൽ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെയ്ക്കൊക്കെ വരുമ്പോൾ ലൂസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിൽ നമുക്ക് സ്പ്രിംഗ് വാഷൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു വൈസ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഫിറ്റ് ആക്കാൻ വേണ്ടി പോകും. അതിന് വേണ്ടിയിട്ട് 2 ഹോൾ ഇവിടെ എടുക്കണം. അപ്പോൾ 8mm കൗണ്ടർ സിങ്ക് അലൻ സ്ക്രൂ നമ്മൾ ഉപയോഗിക്കുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹോൾ അടിച്ചിട്ടുണ്ട്. 8.5mm ഹോളാണ് അടിച്ചത്. അത് കൂടുതൽ പ്ലേ ആക്കിയിട്ട് ഹോൾ അടിക്കാൻ വേണ്ടി പാടില്ല. മെഷീൻ ഉപയോഗിക്കുന്ന സമയത്ത് ഷെയ്ക്ക് വരും. അപ്പോൾ മെഷീൻ്റെ ബേസ് അയച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇവിടെ ഹോൾ ഉണ്ട്. അത് കൂടാതെ 3 ഹോൾ കൂടി ഇവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഇതൊരു ബേസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ MS പ്ലേറ്റിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സ്ലോട്ട് ഉണ്ടാക്കിയിട്ട് ഫിറ്റ് ചെയ്യുന്നുണ്ടോ. നമുക്ക് ബ്ലേഡിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടുന്നത്. കൗണ്ടർ സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡൈഗ്രൈൻഡർ ഉപയോഗിക്കുന്നത് കേട്ടോ. സ്ലോട്ട് എടുത്തതുകൊണ്ട് ബുദ്ധിമുട്ടായില്ലെങ്കിൽ. അപ്പോൾ ഏകദേശം 1 സെൻറ്റിമീറ്ററോളം നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ 5mm ബോൾട്ടാണ് വരിക. ഞാനിപ്പോൾ 6 ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലേറ്റ് നമ്മൾ അഴിച്ചെടുക്കുന്നത് ഇത് നമുക്ക് ഇനിയിപ്പോൾ വൈസിൻ്റെ ഒരു ഫംഗ്ഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കതിന് ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഭാഗം ഉപയോഗിച്ചിട്ടാണ് ഇത് തിരിച്ചു വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു സ്ലൈഡിങ്ങിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കണക്കാക്കി വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് നമ്മളിത് അടിച്ചതിന് ശേഷം ഇത് ഭാഗം തലതിരിച്ച് ഉള്ളിലേക്ക് ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലാറ്റ് വെൽഡ് ചെയ്തതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഒരു സ്ലോട്ടിൻ്റെ ഹൈറ്റുമായിട്ട് മാച്ച് ചെയ്യുന്ന ലെവലിൽ കറക്റ്റായിട്ട് തയ്ച്ച് ആ ഒരു ഫിനിഷിങ് ലെവലിൽ തന്നെ ആക്കി വെക്കണം. അപ്പോൾ ആ ജോയിൻ്റ് ആക്കിയ പ്ലേറ്റിലേക്ക് നമ്മൾ ആ അലൻ സ്ക്രൂ തന്നെ അയച്ചെടുത്ത് അലൻ സ്ക്രൂ തന്നെ വെച്ച് ഫിറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒരു ഹോൾ കൂടി എടുക്കണം. അത് കുറച്ച് സ്ലോട്ട് ടൈപ്പിൽ തന്നെ എടുക്കണം. അപ്പോൾ അത് സ്ലോട്ടാക്കാൻ നിന്നില്ല, വലിയൊരു ഹോളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 6mm കൂടുതലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ബ്ലേഡിൽ ഇതിലും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് അത്യാവശ്യം ബ്ലേഡ് ചരിഞ്ഞു പോയാൽ തന്നെ ഈ ഒരു 2 സ്ക്രൂ ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ശരിയാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ മുകളിലത്തെ ആ ഒരു സപ്പോർട്ട് മാത്രം കൊടുത്ത് നോക്കുമ്പോൾ ഈ ചെറിയൊരു ഷെയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഷെയ്ക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മുകളിലത്തേന് പുറമെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കായി 2 സപ്പോർട്ട് കൂടി കൊടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5mm ഹോൾ അടിച്ചിട്ടുണ്ട്. അതിൽ 6mm 1mm പിച്ച് വരുന്ന ത്രെഡാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അത് വെച്ചിട്ട് ബോൾട്ട് ചെയ്തിട്ടാണ് നിർത്തുന്നത്. അപ്പോൾ ഡ്രിൽ വൈസ് ഇവിടെ ഫിറ്റ് ആക്കാൻ വേണ്ടി പോയിരുന്നു. ഈ ഒരു പ്ലേറ്റുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് സ്ലോട്ട് കണക്കാക്കി വെച്ചിട്ട് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ഹൈറ്റ് എത്രയാണെന്ന് നോക്കിയതിന് ശേഷം അവിടെ വെച്ചിട്ട് ടാക്ക് ചെയ്യുക. അപ്പോൾ ബ്ലേഡ് പാസ് ചെയ്യാനുള്ള സ്ലോട്ട് എടുക്കാൻ വേണ്ടി പോയെന്ന് ഈ ഒരു ലെവൽ കണക്കാക്കി വെച്ചിട്ട് 12mm സ്ലോട്ടാണ് നമ്മൾ ഇവിടെ എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്ലേഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീൻ അയക്കേണ്ടി വരില്ല. അപ്പോൾ നേരത്തെ എടുത്ത പോലത്തെ ഒരു ഹോൾ കൂടി നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ ഈ 2 സ്ക്രൂ അയച്ചിട്ട് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ആ ഒരു 2 ഭാഗത്തേക്കുള്ള അഡ്ജസ്റ്റ്മെൻറ്റും കിട്ടും. അപ്പോൾ ഡ്രില്ലിൻ്റെ നേരത്തെ അയച്ചു വെച്ച ആ ഒരു MS പ്ലേറ്റിൻ്റെ ബാലൻസ് ഉള്ള ആ സാധനം തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം കൂടി ആക്കി വെച്ചിട്ടുള്ളത്. അതിന് വെൽഡ് ചെയ്യാൻ വേണ്ടി പോയെന്ന്. കൂടാതെ നമ്മൾ ഒരു എക്സ്ട്രാ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ലോക്ക് ചെയ്യേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു 6 ഇഞ്ചിൻ്റെ ബോൾട്ട് ഇവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് കംപ്ലീറ്റ് ബോൾട്ടിനിട്ടാക്കിയതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് പോർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഏത് സൈറ്റിലേക്കും ചെറിയൊരു ബൈക്കിലോ അല്ലെങ്കിൽ സ്കൂട്ടിയിലോ ചെറിയൊരു സ്പേസിൽ തന്നെ അത് നമുക്ക് എടുത്തുകൊണ്ട് ഒരു സ്ക്രൂ ചെയ്തിട്ട് ഫിറ്റ് ആക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കൗണ്ടർ സിങ്ക് അലൈൻ സ്ക്രൂ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആ ബോൾട്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ബോൾട്ട് അല്പം കുഴിഞ്ഞിട്ട് നിർത്തിയതല്ല കേട്ടോ. സംഭവം കൗണ്ടർ സിങ്ക് എടുത്തത് കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ നമ്മൾ 5-ൻ്റെ ബോൾട്ടാണ് വാങ്ങിയത്. അപ്പോൾ അതിന് കുറച്ചുകൂടി കൗണ്ടർ സിങ്ക് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് മാച്ച് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും കുറച്ച് താഴ്ത്തിയിട്ട് തന്നെ ചെയ്യുന്നതല്ല. നമ്മളങ്ങനെ വുഡ് തള്ളി വിടുന്ന സമയത്ത് അവിടെ ഒരു തടസ്സം വന്നു പോകും. അപ്പോൾ മെഷീൻ തിരിച്ച് നമ്മൾ ആ ഒരു ബേസിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പോയത്. ആ സ്ലോട്ട് പിന്നെ നമ്മൾ ആ ബേസിൽ നിന്ന് അയച്ചെടുത്ത ഭാഗത്തേക്ക് തന്നെ അടിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ബ്ലേഡ് ഇടാൻ വേണ്ടി പോയെന്ന് ബ്ലേഡ് ഇടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മെഷീനിൽ നിന്ന് അഴിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മുടെ ആ ഒരു സേഫ്റ്റി ഗാർഡായിട്ട് വരുന്ന ആ ഒരു ഭാഗത്തിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് തന്നെ ഇടാൻ വേണ്ടി പറ്റും. അപ്പോൾ സംഭവം നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിന്ന്. നമുക്ക് 3 ഇഞ്ച് വരെയുള്ള വീതിയിൽ നമുക്ക് ഇതിൻ്റെ ആഴം കിട്ടും, ഡീപ്പ് കിട്ടും. അപ്പോൾ അത് കുറച്ച് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വയസ്സിൻ്റെ ഈ ഒരു ഹാൻഡിൽ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 4 ഇഞ്ച് വരെ ഹൈറ്റിലേക്ക് ഇത് പൊക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇത് അളവ് സെറ്റാക്കാൻ വേണ്ടി പോയി. നമുക്ക് ഹൈറ്റ് എത്രയാണ് ആവശ്യമുള്ളത് അത് നോക്കിയിട്ട് സ്കെയിൽ വെച്ചിട്ട് സെറ്റാക്കിയത്. അപ്പോൾ മാർക്കിങ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു വുഡിൻ്റെ പീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ മാർക്കിങ്ങും ഈ ഒരു മാർക്കിങ്ങും പെട്ടെന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ സർക്കുലർ സോ നമ്മൾ സാധാരണ വുഡ് കട്ടിങ് സോ വെച്ചിട്ട് ഒരു ലൈൻ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ തള്ളിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒരു മണിക്കൂറിൽ 80 എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. വർക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഡോറിനായാലും അതുപോലെ തന്നെ കൂടുതൽ ഗ്രൂവ് വരുന്ന ടൈപ്പുള്ള വലിയ കുടുംബയൊക്കെ ആയാലും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് തന്നെ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയെന്ന് ഒന്ന് ഓണാക്കിയിട്ട് ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ സംഭവം സിമ്പിളാണ്. 1 മണിക്കൂറിൽ 80 എണ്ണം എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അതിൽ കൂടുതലാവാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഈ ഒരു ഇതിലെടുക്കുന്നതാണ്. പിന്നെ റൂട്ടർ വെച്ചിട്ട് നമ്മൾ ഹോൾ അടിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതായാലും ബാക്കി കുറച്ച് കട്ടിങ് കൂടി കണ്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ്.